Hallelujah. The Holy Spirit ചിറ്റേമുളക്കൽ യൂട്യൂബ് ചാനൽ കാണുന്നു. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ഇന്ന് സങ്കീർത്തന പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 6-ാം വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മാതാപിതാക്കളെ, നീ കഷ്ടതയുടെ നടുവിൽ നിന്നും നിലവിളിച്ചാൽ, നീ കഷ്ടതയുടെ മധ്യയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ, ഒരുപക്ഷേ നീ വിചാരിക്കും പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന്. എന്നാൽ നിന്റെ പ്രാർത്ഥന അവൻ നിശ്ചയമായി കേട്ട് നിശ്ചയമായി ഉത്തരം നൽകുന്ന ഒരു നല്ല കർത്താവിനെ കാണുവാൻ സാധിക്കും. അതിനു നിന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ മധ്യയിൽ കടന്നു വരുമ്പോൾ നിന്റെ വിഷയങ്ങൾ ചെറുതാണെന്ന് കണ്ടുകൊണ്ട് നീ സേവിക്കുന്ന ദൈവം വലുതാണെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥന അല്പം വൈകിയാലും നിശ്ചയമായി അതിൽ നിന്ന് മറുപടി നൽകുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദ് പറയുകയാണ്, എൻ്റെ കഷ്ടത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ടു. നിന്റെ നിലവിളിയുടെ, നിന്റെ കണ്ണുനീരിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിനക്ക് ഉത്തരം നൽകുന്ന, അവൻ നിനക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, മാതാപിതാക്കളെ, നീ കഷ്ടതയിലൂടെയാണോ കടന്നു പോകുന്നത്, കണ്ണുനീരിലൂടെയാണോ കടന്നു പോകുന്നത്, നിശ്ചയമായി അവൻ നിനക്ക് ഉത്തരം നൽകുന്ന, അവൻ നിനക്ക് മറുപടി നൽകുന്ന, അവൻ നിന്റെ വിഷയത്തിൻ്റെ മേൽ അത്ഭുതങ്ങളെ, അടയാളങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ പ്രിയ വ്യക്തി ജീവിതമേ, ദാവീദിനെ പോലെ ഹന്നയുടെ ജീവിതത്തിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നയെ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടതയുടെ മധ്യയിൽ ഏകാഗ്രതയോടെ തൻ്റെ ജീവിതത്തിൽ ഒരു മക്കളില്ലാത്ത അനുഭവത്തിൽ അത് ഹന്ന പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിന്റെ ജീവിതത്തിലും അതുപോലായിരുന്നു. കഷ്ടതയുടെ മധ്യയില്, കണ്ണുനീരിന്റെ മധ്യയില് നിലവിളിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കും. മറുവശത്ത് കഷ്ടതയുടെയും നിന്ദനയുടെയും മധ്യയില് തൻ്റെ വിവാഹം കഴിഞ്ഞ് എത്ര വർഷമായിട്ട് ഒരു കുഞ്ഞില്ലാതെ ഭാരപ്പെടുന്ന ഒരു ഹന്നയെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. പ്രാർത്ഥിക്കുന്നതായി അതേ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ഒരു ഹന്നയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹന്നയെ പോലെ ഇന്ന് നിലവിളിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നവങ്ങൾ, നിശ്ചയമായി നീ കണ്ണുനീർപ്പെടുന്ന, നീ പ്രയാസപ്പെടുന്ന ചില വിഷയത്തിൻ്റെ മേൽ സ്വർഗം നിനക്ക് വാതിലുകളെ, വഴികളെ തുറക്കുകയാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. 1 ശമൂവേൽ അതിൻ്റെ 1-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയില്ലാതാനും ശബ്ദം കേൾപ്പാനില്ലായിരുന്നു.
ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നി പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, തൻ്റെ ജീവിതത്തിൽ ഒരു സന്താനമില്ലാതെ ഭാരപ്പെടുന്ന, കണ്ണുനീരോടെ പ്രയാസപ്പെടുന്ന, ദേവാലയത്തിൻ്റെ മുന്നിൽ, യാഗപീഠത്തിൻ്റെ മുന്നിൽ നിലവിളിക്കുന്ന ഒരു ഹന്നയെ നമുക്ക് കാണുവാൻ സാധിക്കും. മറുവശത്ത് ഏലി പരിഹസിക്കുന്നതായി കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, കഷ്ടതയുടെ മധ്യയിൽ നിൽക്കുമ്പോൾ പലരും പരിഹസിക്കും, പലരും നിന്ദിക്കും. നീ അതൊന്നും കാണാതെ നിന്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ നീ ഏതു വിഷയത്തിന്മേൽ അഭിമുഖീകരിക്കുന്നുവോ, ഏതു കഷ്ടതയുടെ മധ്യയിലൂടെ കടന്നു പോകുന്നുവോ, ഏത് കണ്ണുനീരിന്റെ പള്ളത്താക്കിലൂടെ കടന്നു പോകുന്നുവോ, നീ നീ അതിന്റെ മേൽ നിന്റെ വിശ്വാസം, നിന്റെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നീ ഒരു നല്ല പ്രാർത്ഥന കഴിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ, ഹന്നയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത ദൈവം നിന്റെ ജീവിതത്തിലും അവൻ അത്ഭുതം ചെയ്യുവാൻ അവൻ മതിയായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ഹന്നയുടെ ജീവിതം നോക്കിയാൽ വർഷങ്ങളായി അത് വിവാഹം കഴിച്ച് ഒരു കുഞ്ഞില്ലാത്ത ഭാരത്തിൽ അനേകരാൽ നിന്ദിക്കപ്പെട്ട, അനേകരാൽ വാക്കിനാൽ മുറിയപ്പെട്ട ഒരു ഹന്നയെ കാണുവാൻ സാധിക്കും. രാത്രിയുടെ യാമങ്ങളിൽ കരയുന്ന, കണ്ണുനീരോടെ കരയുന്ന ഒരു ഹന്നയെ കാണുവാൻ സാധിക്കും. തൻ്റെ വിഷയങ്ങളെ, തൻ്റെ പ്രശ്നങ്ങളെ ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ വന്ന് നിലവിളിക്കുന്ന ഒരു ഹന്നയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വേളയിൽ ഹന്നയെ പോലെ നിലവിളിക്കുന്ന പ്രിയമാതാവേ, സഹോദര, നീ നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ഭാരങ്ങളെ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിന്റെ വിഷയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ ഹന്നയുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത കർത്താവ് നിശ്ചയമായി നിനക്കും അവൻ അത്ഭുതം ചെയ്യുവാൻ അവൻ മതിയായ ദൈവമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതേ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകയാൽ എന്നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. എൻ ചുമട് ലഘുവും എൻ ഭാരമൃദുമായിരിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ ഹന്നയെ പോലെ ഒന്ന് ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച്, കർത്താവേ, എൻ്റെ വിഷയം ഇതാണ്, അവിടെ തന്നെ സഹായിക്കണമേ, അവിടെ എന്നോട് മനസ്സലിവുണ്ടാകണമേ, ഭർത്തിമായെ പോലെ ഒന്ന് നിലവിളിക്കുവാൻ, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഒന്ന് ഭർത്തിമായെ പോലെ ഒന്ന് നിലവിളിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ആ ഹന്നയെ പോലെ ഒന്ന് നിലവിളിക്കുവാൻ സാധിച്ചാൽ, അബ്രഹാമിനെ പോലെ ഒന്ന് നിലവിളിക്കുവാൻ സാധിച്ചാൽ, ഇസ്ഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ, അപ്പോസ്തലനായ പൗലോസിനെ പോലെ, തന്റെ ശിഷ്യന്മാരെ പോലെ ഒന്ന് നിലവിളിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മൾ തയ്യാറെടുത്താൽ, നീ ഏത് വിഷയത്തിന്റെ മേൽ കടന്നു പോകുന്നുവോ, അതിന്റെ ഏത് വിഷയമായി കൊള്ളട്ടെ, മനുഷ്യൻ പറയും ഒരു വശത്തെ ഇത് നീ രക്ഷപ്പെടത്തില്ല, ഇത് സാധ്യമല്ല, എന്നാൽ എല്ലാ അസാധ്യങ്ങളെയും, എല്ലാം കഴിയത്തില്ലെന്ന് പറയുന്ന വിഷയത്തിന് മേൽ സാധിക്കുവാൻ കഴിയുന്നവനാണ് നാം സേവിക്കുന്ന കർത്താവ്. അവൻ ഇല്ലെന്നുള്ള വാക്കില്ല, അവൻ ഇല്ലാത്തടത്തുനിന്ന് ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. അവന്റെ മുന്നിൽ ഇല്ലെന്ന് മറുപടിയില്ല, ഇല്ലെന്നുള്ളൊരു വാക്കില്ല. അവൻ ഇല്ലാത്തടത്തുനിന്ന്
ഇല്ലാത്തിടത്തുനിന്ന് വിളിച്ചു വരുത്തുന്നവനായ ദൈവം, ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ ദൈവം. എൻ്റെ പ്രിയ സഹോദര, മാതാവേ, നീ യൂറോപ്പിന്റെ വിവിധ മേഖലകളിൽ കണ്ണുനീരോടെ ഇരിക്കുന്ന, പ്രയാസത്തോടെ ഇരിക്കുന്ന, ഗൾഫിന്റെ വിവിധ മേഖലകളിൽ ഈ പ്രോഗ്രാം കാണുമ്പോൾ കണ്ണുനീരോടെ നിലവിളിക്കുന്ന മാതാവേ, നിനക്കായി അവൻ വാതിലുകളെ തുറന്നിരിക്കുകയാണ്. നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ മേൽ നീ തോക്കുമെന്ന് ശത്രു പറയുന്ന ചില മേഖലകൾ, ചില ബിസിനസ് മേഖലകൾ, ചില ജോലി മേഖല മേൽ കർത്താവ് നിനക്കിനോ വഴികളെ തുറന്നിരിക്കുകയാണ്. ഐ ഹാവ് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഈ ഹന്നയെ പോലെ ഒരു തീരുമാനമെടുക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. 1 ശമൂവേൽ അതിൻ്റെ 1:14 അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവേദനയുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നിജ്ജക സ്ത്രീയായി വിചാരിക്കരുതേ. അടിയന്റെ സങ്കടത്തിൻ്റെ വേദനാധിക്യം കൊണ്ട് സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ തൻ്റെ വഴിക്ക് പോയി. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ കണ്ണുനീരിൻ്റെ മധ്യയില്, കഷ്ടതയുടെ മധ്യയില് നിന്റെ നിലവിളികൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് അന്നേരം തന്നെ ഉത്തരം നൽകണം. കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ? എൻ്റെ യാചന നീ കേൾക്കുന്നില്ലയോ? എൻ്റെ കണ്ണുനീര് നീ കാണുന്നില്ലയോ? അതോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ മറഞ്ഞിരിക്കുകയാണോ എന്നുള്ള ചിന്താഭാരങ്ങൾ നമ്മളെ ഭരിക്കുമായിരിക്കാം. അത് ജീവിതത്തിൽ അതൊരു പിറുപിറുപ്പിന്റെ അനുഭവമാണ്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകും. അത് നിന്റെ സമയത്തല്ല, അത് നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല. സ്വർഗത്തിന്റെ സമയം പോലെ, കർത്താവിന്റെ ഹിതം പോലെ അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. നിന്റെ കണ്ണുനീരിന്റെ മധ്യയില്, നിന്റെ കഷ്ടതയുടെ മധ്യയില്, നിന്റെ രോഗത്തിന്റെ മധ്യയില് നീ ഏകയായിരിക്കുന്നുവോ, നീ അനാഥയായിരിക്കുന്നുവോ, ലോകം മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തുന്ന അനുഭവമാണോ? നീ ഭയപ്പെടേണ്ട സഹോദരന്മാരെ, നീ ഭയപ്പെടേണ്ട. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. മരണം വിട്ട് നിങ്ങൾ നിത്യ ജീവനിൽ കടന്നിരിക്കുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഭാരപ്പെടാതെ ഹന്നയെ പോലെ, അബ്രഹാമിനെ പോലെ, ഇസഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ, ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ടു. അത് ദൈവത്തിന്റെ മന്ദിരത്തിൽ അവൻ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. നിന്റെ ചിന്താവിചാരങ്ങളിൽ നീ വിചാരിക്കും, കർത്താവേ, ഇന്ന് തന്നെ എനിക്ക് ഉത്തരം നൽകണമേ. എൻ്റെ പ്രിയ സഹോദരന്മാരെ,
ദൈവത്തിന്റെ ഹിതത്തിന് നമ്മൾ വിട്ടുകൊടുക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ ലോകം നമ്മളോട് പറയും, നമ്മെ കണ്ടുകൊണ്ട് പറയും, നമ്മൾ തകർന്നു പോകും, ഇല്ലാതാകുമെന്ന്. എന്നാൽ അതൊന്നും നീ വിശ്വസിക്കാതെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം, അവൻ ഒരു വാക്കിനാൽ സർവത്തെയും ഉളവാക്കിയ ദൈവമാണ്. ആ ദൈവത്തിന്റെ വചനത്തെ നീ ഒന്ന് വിശ്വസിക്കുവാൻ ഒന്ന് തീരുമാനമെടുത്താൽ നിശ്ചയമായി നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ മേൽ അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. വിശ്വാസമെന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമായിരിക്കുന്നു. നിന്റെ വിഷയം ചെറുതായി കണ്ടുകൊണ്ട് നീ സേവിക്കുന്ന ദൈവം, അവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവമാണ്. അവൻ ഞാനാകുന്നവൻ ഞാനാകുന്ന ദൈവമാണ്. അവൻ എൽ ഷഡായിയായ ദൈവമാണ്. അവൻ എൽ റോഹിയായ ദൈവമാണ്. ഓ റാകശാന്തരിയ, എന്റെ വിഷയം ചെറുതാണ്. ഞാൻ സേവിക്കുന്ന ദൈവം അവൻ മഹാദൈവമാണ്. അവൻ യാഹൂവയാണ്. അവൻ എൽ ഷഡായിയാണ്. നമ്മുടെ വിഷയങ്ങളെ അത് ചെറുതാക്കിക്കൊണ്ട് നമ്മുടെ സേവിക്കുന്ന ദൈവം വലുതാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കണം. 18:1 എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈല്യവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും ആകുന്നു. ദാവീദ് പറയുകയാണ്, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ രക്ഷയും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ കഷ്ടതയുടെ പ്രയാസത്തിന്റെ മധ്യയിൽ ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുവോ? യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും. അതേ കഷ്ടതയുടെ മധ്യയിൽ, കണ്ണുനീരിന്റെ മധ്യയിൽ, രോഗാവസ്ഥയുടെ മധ്യയിൽ, ലോകം നിന്നെ നിന്ദിക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ നീ ദൈവത്തിന്റെ നാമത്തെ അതേ ഉച്ചരിക്കുവാൻ, അതേ അവിടുത്തെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ നിനക്ക് സാധിച്ചാൽ, നിന്റെ കഷ്ടതയുടെ പ്രയാസത്തിന്റെ മധ്യയിൽ നിനക്ക് ജയം പകരുന്ന, നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. അതേ നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്നവൻ അത് ക്രിസ്തുയേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യയായി ഏകനാമം യേശു ക്രിസ്തു എന്നുള്ള നാമം. മറ്റൊരുവനിലും രക്ഷിക്കുവാൻ, മറ്റൊരുവർക്കും രക്ഷിക്കുവാൻ സാധിക്കത്തില്ല. മറ്റൊരുവരിലും രക്ഷയതില്ല യേശുവിലല്ലാതെ. ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ ഭരിച്ചിടാം, നിത്യരക്ഷ ഭരിച്ചിടാം, ഏകരക്ഷ ഭരിച്ചിടാം. ആകാശത്തിൻ ഭൂമിയിൽ നീരൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. വഴിയും സത്യവും ജീവനുമേശു മാത്രമല്ലയോ, പരമേക മധ്യസ്ഥൻ താതൻ അരുകിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോടു നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്നും എന്റെ അപേക്ഷ കേട്ടു. നിന്റെ നിലവിളിയുടെ, നിന്റെ പ്രാർത്ഥനയുടെ
ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. അവൻ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നമ്മെ വീക്ഷിക്കുന്ന നമ്മുടെ യാതനകൾ, കണ്ണുനീരുകൾ, കഷ്ടതകൾ കണ്ട് അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ വന്ദനത്തിൽ നിന്നും എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. അതേ, നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും കേട്ട് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, കേട്ട വചനത്തിനായി നന്ദി പറയുന്നു. ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മിനിറ്റ് ഫലം കായ്ക്കട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ. അന്ധകാര ശക്തികൾ തകരട്ടെ. കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അടഞ്ഞ ചില മേഖലകൾ സ്വർഗം എന്ന് തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഹന്നയുടെ കണ്ണുനീരിന്റെ മധ്യയിൽ ഉത്തരം നൽകിയ ദൈവം, ദാവീദിന്റെ നിലവിളിയുടെ മധ്യയിൽ ഉത്തരം നൽകിയ ദൈവം, അബ്രഹാമിന്റെ നിലവിളിയുടെ മധ്യയിൽ ഉത്തരം നൽകിയ ദൈവം, ഹാഗറിന്റെ നിലയുടെ മധ്യയിൽ ഉത്തരം നൽകിയ ദൈവം, യാക്കോബിന്റെയും ഇസഹാക്കിന്റെയും നിലവിളിയുടെ മധ്യയിൽ ഉത്തരം നൽകിയ ദൈവം. നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, നീ നിലവിളിക്കുന്ന എല്ലാ വിഷയത്തിന്റെ മേൽ സ്വർഗം നിനക്ക് വാതിലുകളെ, വഴികളെ തുറന്നിരിക്കുകയാണ്. പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, അടഞ്ഞ ചില വാതിലുകൾ സ്വർഗം ഇന്ന് തുറക്കുകയാണ്. നീ കണ്ണുനീരോടെ കരയുന്ന ചില വിഷയത്തിന്റെ മേൽ സ്വർഗം ഇന്ന് വഴികളെ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ്. നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ മേൽ അവൻ നിനക്കായി വാതിലുകളെ തുറന്നിരിക്കുകയാണ്. അവനൊരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. അവനൊരു വാതിൽ അടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ലെന്ന് അരുൾ ചെയ്ത കർത്താവ് അവൻ നിനക്കായി ചില വഴികളെ, നിന്റെ കണ്ണുനീരിന് ചില ഉത്തരം സ്വർഗം ഇന്ന് നൽകിയിരിക്കുകയാണ്. ഈ പ്രോഗ്രാം കാണുമ്പോൾ യൂറോപ്പിന്റെയും ഗൾഫിന്റെയും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന ചില കുടുംബങ്ങളോട് ഇന്ന് പരിശുദ്ധാത്മാവ് ചില സന്ദേശങ്ങളെ നൽകിയിരിക്കുകയാണ്. അടഞ്ഞ മേഖലകൾ സ്വർഗം, ചില കണ്ണുനീരിന്റെ അവസ്ഥകളെ സ്വർഗം ഇന്ന് വഴികളെ തുറന്നിരിക്കുകയാണ്. അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ്. അവൻ ഞാനാകുന്ന ദൈവമാണ്. കേട്ട വചനം കർത്താവിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. അടഞ്ഞ അനേക മേഖലകൾ, കണ്ണുനീരോടെ കരയുന്ന അനേക വിഷയത്തിന് മേൽ കർത്താവേ നീ വഴികളെ അതിന്മേൽ ഉത്തരം നൽകിയതിനായി, ഉത്തരം പകർന്നതിനായി നന്ദി പറയുന്നു. എല്ലാ ജനത്തെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഈ വചന മുഖാന്തരം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.